ഫൈനലി നമ്മുടെ പെർഫ്യൂമിനെ ഇറക്കിയിട്ടുണ്ട്. സോ എനിക്കിത് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റ് ഏറ്റവും ആപ്റ്റായ രീതിക്കുള്ളൊരു പെർഫ്യൂം. അതായത് ഇതിൽ 40% പെർഫ്യൂം ഓയിലും ബാക്കി 60% മാത്രമാണ് പെർഫ്യൂം വാട്ടറും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർഫ്യൂം ഏകദേശം 8 to 12 ഹവേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യും. അതുപോലെ ഇതിന്റെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 2 to 4 ഹവേഴ്സുമാണ്. ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഓരോ പെർഫ്യൂം ബ്രാൻഡ്സ് പറയുന്ന പോലെയല്ല, അവരുടെ പെർഫ്യൂം ഓയിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഏകദേശം 25% താഴേക്കാണ്. ഇത് നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റിന് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ 40%ഓളം പെർഫ്യൂം ഓയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ സ്മെല്ല് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു വുഡി പ്ലസ് ഒരു ഫ്രൂട്ടി മിക്സ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇതെന്തിനാ കൊടുത്തു വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പെർഫ്യൂം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു വുഡി സ്മെൽ വരും. അതിനുശേഷം ഈ ഫ്രൂട്ടി സ്മെല്ല് ജസ്റ്റ് ഫീഡ് ആയി പോകും. പിന്നെ ഈ ഒരു വുഡി സ്മെൽ ഇങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കും. ആ ഒരു രീതിക്കാണ് ഇപ്പോൾ ഇതിൻ്റെ മിക്സ്ചർ വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ലോങ് ലാസ്റ്റിങ്ങും ഇതിൻ്റെ പ്രൊജക്ഷനും എല്ലാം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സാമ്പിൾ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഷിപ്പ് ചെയ്ത് തരും. ഷിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ബോട്ടിൽസ് ആയിരിക്കും, നമ്മുടെ റീഫിൽ ബോട്ടിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള റീഫിൽ ബോട്ടിലും കിട്ടും. സോ നമ്മൾ ഈ ബ്രാൻഡ് കളറിന് പറ്റിയൊരു ടൈപ്പിൽ റീഫിൽ ബോട്ടിൽസ് ഇപ്പോൾ നമ്മൾ കയ്യിലുണ്ട്. ഏകദേശം 8 പീസോളാണ് നമ്മൾ നിലവിൽ ഷിപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ബൈ.